വിനീത, ഈ കെജ്രിവാളിനൊരു പിൻഗാമി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്. പ്രത്യേകിച്ചും BJP വേട്ടയാടുകയാണ്. പല നേതാക്കന്മാരും BJPയിലേക്ക് അടക്കം പോയിട്ടുമുണ്ട്. ഇതൊക്കെ ആപ്പും നേരിടുന്ന ഭീഷണിയായിരുന്നു. മാത്രമല്ല, ഇനി പുതിയൊരാളെ നിശ്ചയിക്കുമ്പോൾ അയാളെ BJP റാഞ്ചി കൊണ്ടുപോകുമോ? ഒന്നുകിൽ പാർട്ടിയിലേക്ക്, അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയാക്കിക്കൊണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചമ്പായ് സോറൻ, അതുപോലെ തന്നെ ബീഹാറിലെ അനുഭവം, ഇതൊക്കെയുണ്ട്. അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഏറ്റവും വിശ്വസ്തയായ ഒരു പിൻഗാമിയെ കണ്ടെത്തുമ്പോൾ അത് അതിശയിലേക്ക് എത്തുകയായിരുന്നു കെജ്രിവാൾ. തീർച്ചയായും അങ്ങനെ തന്നെയാണ് വേണു സൂചിപ്പിച്ചതുപോലെ. ഈ ജാർഖണ്ഡിലെ വിഷയമടക്കം നമ്മുടെ മുന്നിലുണ്ട്. വിനീതയിലേക്ക് വരാം. വിനീത തയ്യാറാകുമ്പോൾ അറിയിച്ചാൽ മതി. വിജയൻ, ഈ പറയുന്ന ബീഹാർ അനുഭവം, ഈ പറയുന്ന ജാർഖണ്ഡിലെ അനുഭവം, അതെല്ലാം ഈ തീരുമാനത്തിലേക്ക് എങ്ങനെയാണ് എത്തേണ്ടത് എന്നതിനെ ആപ്പിനെയും നിർണയിച്ച ഘടകങ്ങൾ തന്നെയല്ലേ? ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത് അതാണ്. പാർട്ടിയെ കയ്യിൽ നിർത്തുക. പാർട്ടി, ആം ആദ്മി പാർട്ടി എന്നത് കെജ്രിവാളിൻ്റെ കയ്യിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാകണം. അല്ലെങ്കിൽ ആ നിലയിൽ ആ പാർട്ടിയുടെ നിയന്ത്രണം ഇപ്പോൾ പകരം ചുമതല അതിഷിക്ക് കൊടുക്കുമ്പോൾ ആ പാർട്ടിയുടെ നിയന്ത്രണം, സർക്കാരിൻ്റെ നിയന്ത്രണം, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ അതിഷി ഉണ്ടെങ്കിലും നിയന്ത്രണം മുഴുവൻ, സർക്കാരിൻ്റെ നിയന്ത്രണം മുഴുവൻ നിൽക്കുന്നത് അരവിന്ദ് കെജ്രിവാളിലും മനീഷ് സിസോദിയയിലും തന്നെ ആയിരിക്കും. മറ്റൊരു നേതാവ് ഇപ്പോൾ കൈലാഷ് ഗെഹ്ലോട്ട് ആണെങ്കിൽ വളരെ സീനിയറായ ഒരു പൊളിറ്റീഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ മന്ത്രി നിലയിൽ അദ്ദേഹത്തിൻ്റെ നല്ല പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥരുമായി ഏറ്റുമുട്ടുന്നു. അതൊക്കെ ജനങ്ങൾക്കിടയിൽ ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കുന്ന ഒരു നേതാവെന്നൊരു ഇമേജ് ഉണ്ട്. കൈലാഷ് അല്ലെങ്കിൽ സൗരവ് ഭരദ്വാജിനും ഗോപാൽ റായ്ക്കും അത്തരത്തിലുള്ള ഇമേജ് ഉണ്ട്. ഒരുപക്ഷെ അതിഷിയേക്കാൾ നല്ല അഡ്മിനിസ്ട്രേറ്റേഴ്സാണ് കൈലാഷ് ഗെഹ്ലോട്ട് എന്ന കാര്യത്തിൽ ഡൽഹിയിലെ ജനങ്ങൾക്ക് തർക്കമില്ല. ഗോപാൽ റായ്, ഒരു കാര്യം കൂടി ചോദിച്ചോളട്ടെ. ഇപ്പോൾ അതിഷി എന്ന് പറയുന്നയാൾ മുഖ്യമന്ത്രിയാവുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇനി ഡൽഹിയുടെ രാഷ്ട്രീയ കളം മാറുമോ? അതായത് ഇനി കാര്യങ്ങൾ ആപ്പ് തീരുമാനിക്കുന്ന രാഷ്ട്രീയ തന്ത്രങ്ങൾ ഇനി ഒരു നിമിഷം ആപ്പ് തീരുമാനിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുമോ? ഞാൻ ചോദിക്കുന്നത് ഇതാണ്. ഇനിയിപ്പോൾ ഫെബ്രുവരി 15-നാണ് ഈ നിയമസഭയുടെ കാലാവധി അവസാനിക്കുക. വീണ്ടും തെരഞ്ഞെടുപ്പ് വരികയാണ്. ആ ഘട്ടത്തിൽ BJPക്കും ഒരു വനിതാ മുഖത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ചൂണ്ടിക്കാട്ടാൻ നിർബന്ധിതമാകുമോ? കോൺഗ്രസ് അതിന് നിർബന്ധിതമാകുമോ? അങ്ങനെ ആപ്പ് ഈ കളത്തിൽ മറ്റുള്ള കരുക്കളും എങ്ങനെ നീങ്ങണമെന്ന് നിർണ്ണയിക്കുമോ ഈ തീരുമാനത്തിലൂടെ, ഇന്നത്തെ തീരുമാനത്തിലൂടെ? BJP ഡൽഹിയിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അവർക്ക് ഡൽഹിയിൽ ഒരു മുഖമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ പ്രതിസന്ധി അവർക്കില്ല. അവിടെ നരേന്ദ്രമോദിയെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ മത്സരിക്കുന്നു, വോട്ട് വാങ്ങുന്നു, 6 നേടുന്നു. തുടർച്ചയായി നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ജനപ്രിയനായ ഒരു നേതാവിനെ മുന്നിൽ നിർത്താൻ BJPക്ക് കഴിയുന്നില്ല എന്നത് BJPയുടെ ഒരു വലിയ പ്രതിസന്ധിയാണ്. ഈ തെരഞ്ഞെടുപ്പിലും BJP ആ പ്രതിസന്ധി നേരിടുന്നു. പക്ഷേ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ, അല്ലെങ്കിൽ കുറേ നാളുകളായി കാണുന്നത് ഇപ്പോൾ സുഷമ സ്വരാജിൻ്റെ മകൾ ഭാംസുരി സ്വരാജ് BJPയുടെ മാധ്യമ മുഖമായി മാറുന്നത്. ഇപ്പോൾ ഡൽഹിയിലെ എല്ലാ വിഷയങ്ങളിലും BJP പ്രതികരിക്കാൻ ആദ്യം ചുമതലപ്പെടുന്നത് ഭാംസുരിയെയാണ്. അപ്പോൾ ഭാംസുരി BJPയുടെ ഡൽഹിയിലെ ഒരു മുഖമായി മാറ്റാൻ BJP ആലോചിക്കുന്നുണ്ടോ, ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊരു സംശയം ഡൽഹി രാഷ്ട്രീയം പരിശോധിക്കുന്നവർക്ക് അവരുടെ മുന്നിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ വാർത്താ ഏജൻസിയിലെ ദൃശ്യങ്ങളോ സൗണ്ട് ബൈറ്റുകളോ നോക്കിയറിയാം, ഡൽഹിയിൽ എന്ത് വിഷയമുണ്ടായാലും ആദ്യം BJP പ്രതികരിക്കാൻ ചുമതലപ്പെടുത്തുന്നത് ഭാംസുരി സ്വരാജിനെയാണ്. അപ്പോൾ അവരെ BJP ഇപ്പോൾ അതിഷിയെ ആം ആദ്മി പാർട്ടി മുന്നിൽ നിർത്തുന്നു എന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അതിഷിയെ മുൻനിർത്തി ആയിരിക്കില്ല. അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും എന്ന കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല തർക്കമുണ്ടാകും. ഈ ഇടക്കാല ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്ന നിലയിൽ പാർട്ടി തൻ്റെ കയ്യിൽ നിൽക്കണം. അത് നേരത്തെ വേണു സൂചിപ്പിച്ചതുപോലെ BJPയിലേക്ക് ഈ പാർട്ടിയോടെ ആരെങ്കിലും വലിച്ചുകൊണ്ട് പോകുന്ന സാഹചര്യം എന്ന് വെച്ചാൽ കുറെ കൂടി രാഷ്ട്രീയം അറിയാവുന്ന ആരെങ്കിലും വന്ന് ആ നിലയിൽ ആകെ അട്ടിമറിച്ച് കുളമാക്കുന്ന അവസരം ഉണ്ടാകില്ല. അതുകൊണ്ട് തൻ്റെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന ഒരാളെ ചുമതല ഏൽപ്പിക്കുന്നതിനപ്പുറത്തേക്ക് അതിഷി മർലനെ മുന്നിൽ നിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അരവിന്ദ് കെജ്രിവാൾ തീരുമാനിച്ചു എന്ന അർത്ഥം ഇതിനുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കെജ്രിവാൾ തന്നെയായിരിക്കും അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. പകരം BJP ആരെ മുൻനിർത്തും? BJPക്ക് ഒരു ക്രൈസിസ് ഉണ്ട്, ഒരു ലീഡർഷിപ്പ് ഇല്ല ഡൽഹിയിൽ. അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് കാണുന്നുണ്ട്. പകരം ഭാൻസുരി സ്വരാജിനെയും പാർട്ടി മുന്നോട്ട് കൊണ്ടുവരുമോ എന്നത് വളരെ കൗതുകമുള്ള ചോദ്യമാണ്. അതിന് ഉത്തരം കിട്ടുമായിരിക്കും വൈകാതെ. ശരി, വിനീത വിജിയും വീണ്ടും ചേരുന്നുണ്ട്. കെജ്രിവാളിന്റെ വസതിക്ക് മുന്നിലാണ് വിനീത വിജി ഉള്ളത്. വിനീത, ഈ ആപ്പൊരു കള്ളക്കൂട്ടമാണ്, അഴിമതി ആണ് അവരുടെ മുഖമുദ്ര എന്നൊരു നറേറ്റീവാണ് ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഏജൻസികളെ കൊണ്ട് വേട്ടയാടിപ്പിച്ച് മോദി സർക്കാർ ഉണ്ടാക്കാൻ നോക്കിയത്. ഇപ്പോൾ കെജ്രിവാൾ സ്വയം താൻ സത്യസന്ധനാണോ അല്ലയോ, താൻ നല്ല മുഖ്യമന്ത്രിയായിരുന്നോ അല്ലയോ എന്ന് അതേ ആയുധമെടുത്ത് ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങുന്നു. 1. 2, ഇവിടെ ഇപ്പോൾ ഒരു വനിതാ മുഖ്യമന്ത്രിയാണ്
തൻ്റെ പിൻഗാമിയായി വരുന്നത് എന്ന് പറയുന്നത്. ആപ്പിനെ സംബന്ധിച്ച് ആപ്പിൻ്റെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി കൂടിയാണ്. മന്നാണ് പഞ്ചാബിലെ മുഖ്യമന്ത്രി. അപ്പോൾ അങ്ങനെ 10 വർഷം കൊണ്ട് ദേശീയ പാർട്ടിയാകുന്നു, അതിവേഗം ഒരു വനിതാ മുഖ്യമന്ത്രിയിലേക്ക് പോകുന്നു, അതും രാജ്യ തലസ്ഥാനത്തിൻ്റെ തന്നെ മുഖമായി ഒരു വനിതാ മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്നു. അതിവേഗം രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുക, അതിൻ്റെ ബുദ്ധി കേന്ദ്രമായി ഒരിക്കൽ കൂടി ഒരു പുതിയ വിജയ സമവാക്യം ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണോ കേജ്രിവാൾ? അതിൻ്റെ ആദ്യ വെടിയാണോ ഇന്ന് പൊട്ടിയത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ് വേണു കരുതാൻ. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജാർഖണ്ഡിലുണ്ടായ സംഭവ വികാസങ്ങളൊക്കെ തന്നെ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യതയോടുകൂടിയുള്ള ഒരു കരുനീക്കം തന്നെയാണ് ഈ ഘട്ടത്തിൽ അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നത്.